എനിക്ക് എന്റെ ഉഷയെ എനിക്ക് ഇവളുടെ ഏട്ടായി വിളി കേൾക്കുമ്പോണ്ടല്ലോ എനിക്കങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് കേറും അവളുടെ ഒരു ഏട്ടായി. ഇവിടെയുള്ള കൊച്ചുപിള്ളേര് വരെ അവന് സുമേഷയെ വാടാ പോടാന്നാ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിനക്കറിയോ? കൊച്ചുപിള്ളേരെ പോലും അതിനൊരു വിലയില്ല. എന്റെ ദൈവമേ, എന്തൊരു കഷ്ടം ഇത്. നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്റെ ദൈവമേ, എങ്ങനെ നോക്കും? ഉഷേ, ഉഷേ, ഒന്നിങ്ങോട്ട് വന്നേ എന്റെ ഉഷേ. ഇത് കാണാൻ ഉഷേ, എന്റെ മകൻ ആരാണ്ട്ര ഭാര്യനെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. കൊച്ചു വെളുപ്പാക്കാലത്ത് പോയി അവൻ പൊക്കിക്കൊണ്ട് വന്നതാണ്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അയ്യോ, അയ്യോ എന്റെ ഉഷേ, ഞാനിപ്പോ ചാവും എന്റെ ഉഷേ. എനിക്ക് നാണക്കേട് സഹിക്കാൻ പറ്റുന്നില്ല ഉഷേ. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി ഇങ്ങനെ ഇങ്ങനെ ഈ ചങ്കത്തില് ചാകാതെ നീ വെള്ളം അങ്ങോട്ട് കുടിച്ചേ. കുടിക്കുക. എത്ര നേരമായി കരയാൻ തുടങ്ങിയിട്ട്. എന്തിനാടാ മഹാഭാവി ഈ ദ്രോഹം ചെയ്തത്? എവിടെയോ കിടക്കുന്ന പാവം ചെറുപ്പക്കാരൻ ഇപ്പൊ അതിന്റെ ഭാര്യ എന്തിയെന്നും പറഞ്ഞ ആ ചെറുക്കൻ എവിടെ പോയി അന്വേഷിക്കൂടാ? എവിടെ പോയി അത് അന്വേഷിക്കും? പാവം, എനിക്ക് ആ ചെറുക്കന്റെ കാര്യം ഓർത്തിട്ടാ. അയ്യോ, അങ്ങനെ എന്നെ അന്വേഷിക്കൊന്നുമില്ല. ഞാൻ ലെറ്റർ എഴുതി വെച്ചിട്ടാ വന്നത്. ഞാൻ ചഞ്ചൽ ബസ്സിൽ സുമേഷ് ചേട്ടന്റെ ഒപ്പം പോവുകയാണ്, എന്നെ അന്വേഷിക്കണ്ടെന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അന്വേഷിക്കൊന്നുമില്ല. അവളുടെ ഒരു ചഞ്ചൽ ബസ്സിൽ സുമേഷ് ചേട്ടാ പറഞ്ഞോണ്ടല്ലോ ഞാന്. എടാ, ഇതിനെ നീ എവിടുന്ന് കൊണ്ടുവന്നോ ആ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടു വിട്ടാണോ? പറഞ്ഞേക്കാം ഞാൻ. എന്റെ ഉഷേ, അമ്മയല്ലേ പറഞ്ഞു എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ. എന്റെ എടാ, 35 വയസ്സായിട്ട് നിനക്കൊരു പെണ്ണ് കിട്ടാത്തത് കൊണ്ട് എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് പാടാ സുമേഷേന്ന് ഞാൻ പറഞ്ഞു. അതിന് എന്തിനാടാ വെല്ലവന്റെ ഭാര്യനെ വിളിച്ചോണ്ട് വന്നത്? എന്റെ മഹാഭാവി, വെല്ലവന്റെ പെണ്ണും പിള്ളേരെ വിളിച്ചോണ്ട് വന്നിട്ടാണോടാ നിനക്ക് കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞത്? ആണോടാ? ഉഷേ, ഞാനിപ്പോ ചാവൂ ഉഷേ, ഞാനിപ്പോ ചാവൂ ഉഷേ. ചേച്ചി കുറച്ച് വെള്ളം കൂടി എടുക്കട്ടെ? എന്തിനാടി ഉള്ള വെള്ളം എല്ലാം കൂടെ കുടിച്ചിട്ട് ഈ മഴക്കാലത്ത് മുള്ളി മരിക്കാനോ? എന്നാലും എന്റെ പൊന്നു സുമേഷേ, നീ എന്തൊരു പണിയാ കാണിച്ചത്. ഇതെന്തായാലും മോശമായി പോയി കേട്ടോ. കുഞ്ഞമ്മ എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ആക്കി താ. നീയേ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയതല്ലേ? ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് വാ. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് തീർക്കട്ടെ. ശരി, പോ. ആ ശരി. അവന്റെ പോക്ക് കണ്ടോ? കുണുകുണാന്നും പറഞ്ഞിട്ട് വല്ല കൂസലും ഉണ്ടോ നോക്കിക്കേ ഉഷേ അവന്. ഓ, അല്ലേ പെങ്കൊച്ചെ, നിന്റെ കെട്ടിയവനും ഈ കുടി അലമ്പും അടിയും തൊഴിയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, മദ്യപാനം ഒന്നും ഇല്ലായിരുന്നു. ഒരു ബിയർ പോലും കഴിക്കൊന്നുമില്ല. ഓ, എടി 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 കുട്ടിപ്പിശാശ, നീ പിന്നെ എന്തിനാടി ഇറങ്ങി പോന്നത്? അവനെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടി നീ ഇറങ്ങി പോന്നത്? ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നേ, ഞാൻ ചോദിക്കട്ടെ? ആ ചോദിക്ക്, നീ അങ്ങോട്ട് ചോദിക്ക്. പിന്നെ എന്തിനാ നീ ഇറങ്ങി പോന്നത്? എന്തെങ്കിലും പരസ്ത്രീ ബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വല്ല പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട് വല്ലതും ഉണ്ടോ? ഏതൊക്കെയോ പെൺകുട്ടികളെ വിളിക്കുന്നോ പറയുന്നോ ഒക്കെ ഉണ്ടോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഫോണൊക്കെ വിളിക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നേ ഏതൊക്കെയോ പെൺകുട്ടികളെ വിളിക്കുന്നേന്നാ. ഓ, അവന് വേറെ ബന്ധം ഉണ്ടോന്ന് നിനക്ക് സംശയം? എന്നിട്ട് ഒളിച്ചോടി വന്നത് നീയാണല്ലോ, അവനല്ലല്ലോ. അവൻ വല്ല പെൺപിള്ളേരെ വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിലോട്ട് വന്നോ? ഇല്ലല്ലോ. അവന് വിളിയും പറച്ചിലുണ്ടായിട്ട് ഒളിച്ചോടി വന്നത് നീയാണല്ലോ. നിനക്ക് ആവശ്യം നേരത്തെ ഒരു തെറിയും വരുന്നില്ല എന്റെ വായില്. ഓ, ഈ തെറി എന്ന് പറയുമ്പോ അമ്മ പട്ടി തെണ്ടി ചെറ്റ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നേ? നീ എന്നെ അമ്മേന്ന് വിളിക്കരുത് കേട്ടോടി. എടി, നീ എന്നെ അമ്മേന്ന് വിളിക്കരുത് പൂതനെ. ആ, അത് കൊള്ളാം, നല്ല പേര്. എന്ത്? അല്ല, ഇപ്പൊ പൂതനാന്ന് പറഞ്ഞതേ. ഉഷേ, നീ അങ്ങോട്ട് ചോദിക്കുവാക്കി. ആ ആ നിന്റെ പേരെന്താ? മിനർവ. ലാർവയോ? അല്ല, മിനർവ. 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 ഇത് എന്തോന്ന് പേരാ വച്ചേ? അത് പിന്നെ എന്റെ അച്ഛൻ പൂരം കുടിയും കഴിഞ്ഞ് ഷാപ്പിന്ന് വന്നിട്ട് ഇട്ട പേരാ. ആ ആ തോന്നി തോന്നി. അല്ലെങ്കിലും ആരെങ്കിലും ഒക്കെ മിനർവാന്ന് പേരിടുവോ? ഞാൻ ആദ്യം കേക്കുവാ. ലാർവാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, മിനർവാന്ന് ആദ്യം കേക്കുവാ. അല്ല, നിന്റെ കെട്ടുവാൻ ഉണ്ടായിരുന്നു ജോലി? എഞ്ചിനീയറാ. അത് ശരി, അപ്പൊ നല്ല ശമ്പളമൊക്കെ കാണുമായിരിക്കും. ആ, 1,00,000 രൂപയുണ്ട് മാസം. ഇവന്റെ ശമ്പളമൊക്കെ എത്രയാന്ന് അറിയാമോ? അതിൽ ഇവനെന്നും പണിക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയണ്ട. ഈ പണമൊന്നും അല്ലല്ലോ വലുത്, സ്നേഹമല്ലേ. ഇപ്പം വരുണേട്ടൻ്റെ അടുത്ത് കിട്ടാത്ത എന്തോ ഒരു കെയറിങ് എനിക്ക് സുമേഷേട്ടൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും വയ്യ. സുമേഷേട്ടായി അത്രയ്ക്ക് സ്നേഹമാണ് എൻ്റെ അടുത്ത്. ഓ, എനിക്ക് എന്റെ ഉഷേ, എനിക്ക് ഇവളുടെ ഏട്ടായി വിളി കേൾക്കുമ്പോണ്ടല്ലോ എനിക്കങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് കേറും അവളുടെ ഒരു ഏട്ടായി. ഇവിടെയുള്ള കൊച്ചുപിള്ളേര് വരെ അവന് സുമേഷയെ വാടാ പോടാന്നാ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിനക്കറിയോ? കൊച്ചുപിള്ളേരെ പോലും അതിനൊരു വിലയില്ല. അവളുടെ ഒരു ഏട്ടായി, മുതുക്കൻ ഏട്ടായി.
നിനക്ക് എങ്ങനെയാ സുമേഷിനെ പരിചയം? അത് വരുണേട്ടൻ എന്നെ TTC പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളേജിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചഞ്ചൽ ബസ്സിലാ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എന്നും കണ്ടുള്ള പരിചയ. തമ്പുരാനേ, എടി തോന്നിയാസി, ഇത്രയും നല്ലൊരു ഭർത്താവിനെ ഇട്ടിട്ടാണോടി നീ ഒന്നിനും കൊള്ളാതെ എന്റെ മകന്റെ കൂടെ പോകുന്നത്? എത്രയോ പെൺപിള്ളേർ കൊതിക്കുന്നുണ്ടടി പോയി പഠിച്ചൊരു ജോലി മേടിക്കാൻ വേണ്ടിയിട്ട്. ആ ചെറുക്കൻ നിന്നെ കൊണ്ടൊരു കോളേജിൽ കൊണ്ട് ചേർത്തത് അവന് എത്ര നല്ല മനസ്സുണ്ടായിട്ടാ നീ ഒന്ന് ചിന്തിക്കണം. എന്റെ മകൻ ഒരുത്തനുണ്ടല്ലോ, അവൻ എപ്പോഴാ വീട്ടിൽ വന്ന് കയറുന്നത് എനിക്കറിയത്തില്ല. 10 മണി വരെ അവൻ വീട്ടിലെത്തി ചരിത്രമില്ല. 10 മണി കഴിഞ്ഞിട്ട് എപ്പോഴാ അവൻ വരുന്നത് എനിക്കറിയത്തില്ല. അത് കുടിച്ചു കൂത്താടിയാ വരുന്നത്. ചീട്ടുകളി, കള്ളുകൂടി, ഒന്നും പറയണ്ട. കൂട്ടും കൂടി അടിയും പിടിയും വേറെ. എത്ര പ്രാവശ്യം പോലീസ് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഞാൻ കരഞ്ഞു കൂവിപ്പോയി ഇറക്കിക്കൊണ്ട് വന്നതാന്ന് നിനക്കറിയാവോ അവനെ? എന്റെ ദൈവമേ, അവന് ഞാൻ എങ്ങനെയും ഒരു കല്യാണം കഴിച്ച് ചെറുക്കൻ നന്നാവൂന്നും പറഞ്ഞിട്ട് ഞാനൊരു ബ്രോക്കറോട് പറഞ്ഞു. എന്നിട്ട് അവന് പെണ്ണ് ചോദിക്കാൻ വേണ്ടി ബ്രോക്കർ ഒരു വീട്ടിൽ ചെന്നപ്പോ ഇവന്റെ സ്വഭാവം പറഞ്ഞിട്ട് ആ പെണ്ണ് വീട്ടുകാരി എന്റെ ബ്രോക്കറെ എടുത്തിട്ട് അടിച്ചിട്ട് ബ്രോക്കർ ഇപ്പൊ ആശുപത്രിയിലാ. അറിയാമോ നിനക്ക്? എന്റെ പൊന്നു ലാർവേ, മിനർവ മിനർവ അല്ല, എന്റെ പൊന്നു മിനർവേ, നീ എന്തറിഞ്ഞിട്ടാ ഇവന്റെ കൂടെ ഇറങ്ങി പോകുന്നത്? എന്റെ ചേച്ചി ഇത്. ഞാനാരെന്ന് പറയാൻ മറന്നുപോയി. ചേച്ചി അനീത്തിയോ? ഇന്ന് വരെ ആ ചെറുക്കൻ ഈ കുടുംബത്തോട് ഒരു ഉപ്പ് പോലും മേടിച്ചുകൊണ്ട് വന്നതായിട്ട് എനിക്കറിയത്തില്ല. എന്റെ ചേച്ചി തൊഴിലുറപ്പിന് പോയിട്ടാണ് കുടുംബം നോക്കുന്നത്. പിന്നെ കിട്ടുന്ന കൂലിപ്പണിക്കൊക്കെ പോകും. അവന്റെ കൂടിയാണ് കൊച്ച ഇറങ്ങി പോകുന്നത്. അതും പോരാഞ്ഞിട്ട് ഞാൻ അരിക്കലത്തിലും എന്റെ മുളകൊടിപ്പാട്ടയ്ക്കകത്തും ഒക്കെ സ്വരുക്കൂട്ടി വെക്കുന്ന കാശുണ്ട്. അതും കൈയിട്ട് വാരിക്കൊണ്ട് പോകും. എന്റെ പൊന്നുകുഞ്ഞെ, എന്റെ മകനായതുകൊണ്ട് പറയുമല്ലോ, അവൻ മഹാദണ്ഡി. എന്റെ പൊന്നുകുഞ്ഞെ, കേട്ടിടത്തോളം നിന്റെ കെട്ടിയവനൊരു നല്ല പയ്യനായിരുന്നു. നല്ല സ്നേഹമുള്ളവനാ. അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നീ തിരിച്ചു പോകാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. ഞാൻ എന്തായാലും ഇവിടുന്ന് പോകൂല. എന്നെ കൊന്നാലും ഞാനിനി അങ്ങോട്ട് പോകൂല. എടി, ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, അവന്റെ കൂടെ ജീവിച്ചിട്ട് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആ ജീവിതം തുടർന്നോണ്ട് പോകണം എന്നല്ല ഞാൻ പറയുന്നത്. മാന്യമായിട്ട് ബന്ധം വേർപെടുത്തണം, എന്നിട്ട് പോകാൻ വേണ്ടിട്ട്. ഇതല്ലാണ്ട് രായിക്ക് രാമായണം ആരും അറിയാണ്ട് പെട്ടിയും കിടക്കാൻ തൂക്കിട്ട് രൈരാരോ തെയ്യാരത്താരോ എന്ന് പറഞ്ഞ് വരുമല്ല വേണ്ടത്, കേട്ടാ? സുമേഷ് ചേട്ടായി, നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ? എനിക്കെന്താ വാങ്ങിത്തരാൻ പോന്നെ? അതിനിപ്പോ എന്താ, കേക്ക് വാങ്ങണോ? എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമല്ല. കേക്കല്ല, എനിക്ക് എന്താ ഗിഫ്റ്റ് വാങ്ങിത്തരാൻ പോന്നേന്നാ ചോദിച്ചത്. ഇതെന്താ, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരാൻ സിനിമയോ? അയ്യേ, സിനിമയിൽ മാത്രമേ വൈഫിന് ഹസ്ബൻഡ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കൂളോ? ഇതാരാ സുമേഷ് ചേട്ടായോട് പറഞ്ഞത്? എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വരുണേട്ടൻ എനിക്ക് 3 പവന്റെ മാലയാണല്ലോ വാങ്ങി തന്നത്. പന്ന മോളെ, എന്റെ മോളെ ജീവിക്കുമ്പോൾ നിനക്ക് അവന്റെ ഓർമ്മയാ അല്ലേടി? നിനക്ക് ഞാൻ വന്നിട്ട് കാണിച്ചു തരാടി. നിനക്ക് കേക്കല്ല മേടിക്കുന്നത്, ഞാൻ പറയുന്നില്ല. അവൻ പോയല്ലേ? ഇന്നും വണ്ടിയെ പോകുന്നില്ലെന്നാ പറഞ്ഞത്. കൂട്ടുകാരോടെ കറങ്ങാൻ പോയതായിരിക്കും. അല്ല, നീ എന്തോ 3 പവന്റെ മാലയുടെ കാര്യം പറയുന്ന കേട്ടല്ലോ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ആദ്യത്തെ കെട്ടിയവൻ ഗിഫ്റ്റ് വാങ്ങി തന്നത്. നീ ആരോടാ എന്റെ പെങ്കൊച്ചെ ഈ 3 പവന്റെ മാലയുടെ കണക്കൊക്കെ പറയുന്നത്? നീ വരുമ്പോ നിന്റെ കയ്യിൽ നീ എടുത്തോണ്ട് പോകുന്ന ഇച്ചിരി പൊന്നിന്റെ കരിയും കൂടെ ഈ 1 മാസത്തിനിടയ്ക്ക് കൊണ്ട് വിറ്റ് നശിപ്പിച്ച് നിന്നെ കെട്ടിയവനോടാണോ നീ പറയുന്നത്? അമ്മേ, നീ വന്നിട്ട് ഇപ്പൊ 1 മാസമായി. ഇന്ന് വരെ നിനക്കൊരു ബിസ്ക്കറ്റ് അവൻ വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ അരിക്കലത്തിൽ കൈയിട്ട് വാരിയിട്ടാ. ഒരു പെണ്ണിനെ കെട്ടിയല്ലോ, ഇനിയെങ്കിലും അവൻ നന്നാവൂന്ന് ഞാൻ വിചാരിച്ചു. ഒക്കെ വെറുതെയാ. എന്റെ പൊന്നു പെങ്കൊച്ചെ, ഒക്കത്തൊരു കൊച്ചാകുന്നതിന് മുമ്പ് നീ വേണമെങ്കിൽ രക്ഷപ്പെട്ട് ഓടി പോകാൻ വേണ്ടിട്ട് നോക്ക്. എന്റെ കാലം കഴിയുന്നവര് ഒരു കുഴപ്പമില്ലാണ്ട് മാമുണ്ട് ജീവിക്കാം. എന്റെ കാലം കഴിഞ്ഞ് എന്ത് ചെയ്യും? അല്ല, എനിക്ക് പണിയെടുക്കാൻ പറ്റാണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നീ പറ. ഇപ്പോഴാണെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊന്നും ഇല്ല. അതും കൂടി ആയാലുള്ള ബാധ്യത അവസ്ഥയെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളെ. ഞാൻ എങ്ങോട്ട് പോകും അമ്മേ? എനിക്ക് ആരാ ഉള്ളത്? എന്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട. സുമേഷ് ഏട്ടായുടെ ഇറങ്ങി പോകുന്നത് കൊണ്ട് അവരെന്നെ ഉപേക്ഷിച്ചു. ഒന്ന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കൂല. പിന്നെ ഞാൻ എങ്ങോട്ടാ അമ്മ ഇവിടുന്ന് ഓടി പോകേണ്ടത്? അതെന്നാ വർത്താനാ കൊച്ചെ, നീ വിചാരിച്ചാലാണോ ചെറുക്കനെ കിട്ടാൻ ബുദ്ധിമുട്ട്? നല്ലൊരു തങ്കം പോലത്തെ ചെറുപ്പക്കാരനെ കളഞ്ഞിട്ട് ഇവന്റെ കൂടെ പോകുന്നവളല്ലേ നീ? ഇതിലും നല്ല ചെറുക്കനെയൊക്കെ നിനക്ക് കിട്ടും. ഇതുപോലത്തുള്ളവന്റെ കൂടെ ഇറങ്ങി പോകരുതേ. പണ്ട് നീ അവന്റെ കൂടെ ആയിരുന്നപ്പോ അവിടെ കറങ്ങാൻ പോക്കോ, ഇവിടെ ചുറ്റിക്കറങ്ങല്, എന്തോ ഒരു നല്ല ജീവിതമായിരുന്നല്ലേ മോനെ? ഇപ്പൊ നീ വീടിന് പുറത്തിറങ്ങിയിട്ട് കാലം എത്രയായി? ഒരു പ്രാവശ്യം അങ്ങാണ്ട് നിന്നെ തിയേറ്ററിൽ കൊണ്ട് സിനിമ കാണിക്കാൻ മറ്റോ ചെയ്തിട്ടുണ്ടല്ലേ? വേറെ ഒന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതായിട്ട് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇനി ഇറങ്ങി പോകുമ്പോ നോക്കിയും കണ്ടും പോണം. വെക്കണ്ട. നിന്നോട് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭാഷയിലാണ് ഞാനിപ്പോ സംസാരിച്ചത്.
അന്ന് ഞാൻ മോളോട് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. എന്റെ ജീവിതം ഞാൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഭരനാട്ടിന്റെ വീട്ടിൽ എനിക്ക് എന്ത് സുഖമായിരുന്നു. താഴെ വെക്കാണ്ട് എന്റെ പൊന്നു പോലെ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു പണി എടുക്കണ്ടായിരുന്നു. പഠിക്കുക, കോളേജിൽ പോവുക, പഠിക്കുക, കോളേജിൽ പോവുക. 8 മാസം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇനി കാണാത്ത സ്ഥലങ്ങളൊന്നുമില്ല ഈ കേരളത്തില്. എല്ലായിടത്തും എന്നെ കൊണ്ടു നടന്ന് കാണിച്ച് എത്ര പൊന്നുപോലെ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഏത് നേരത്താണോ എന്റെ ദൈവമേ, ഇത് ദൈവം എനിക്ക് തന്ന ശിക്ഷയാ. ഇത് ഞാൻ അനുഭവിക്കണം. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. ആ ആ അമ്മ, പിന്നെ കൊച്ചിന് നല്ല പനിയുണ്ടായിരുന്നു രാവിലെ. ഞാൻ രാവിലെ മരുന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാലും അമ്മ ഒന്ന് ശ്രദ്ധിച്ചോണേ. ആ, ഞാൻ നോക്കിക്കോളാം. നീ പൊക്കോ, നോക്കിപ്പോ. ആ ആ എന്നാ ഞാൻ പോവാ. എത്ര മണിയാകും അവള് വൈകുന്നേരം വീട്ടിലെത്താൻ? എന്റെ ഉഷേ, 8 മണി ആകുമായിരുന്നു ഇവിടെ എത്തുമ്പോ. ഇതിപ്പോ ഓണത്തിന്റെ ഒക്കെ സീസൺ അല്ലേ, അതുകൊണ്ട് കടയടച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും 10 മണിയോളം ആകും. ആ, എന്റെ ദൈവമേ, 10 മണിക്കൊക്കെ വീട്ടിൽ കയറി വരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യ. 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ ഇട്ടേച്ചല്ലേ ഈ പോകുന്നത്. ആ പെൺകൊച്ചിന്റെ അവസ്ഥ കഷ്ടം തന്നെ. ഷു, എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഞാൻ ആ പെൺകൊച്ചിനോട് പറഞ്ഞത്, ഒരു കൊച്ചാവുന്നതിന് മുമ്പ് വേണമെങ്കിൽ എന്റെ കുഞ്ഞെ നീ രക്ഷപ്പെട്ടോന്ന്. അത് പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാൻ, അനുഭവിക്കട്ടെ. അല്ലാണ്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഞാൻ നേരത്തെ ഊഹിച്ചതാ ഇങ്ങനെയൊക്കെ വരുവുള്ളെന്ന്. മര്യാദയ്ക്ക് പഠിച്ച് ഏതെങ്കിലും സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യേണ്ട പെങ്കൊച്ച. ആ പെണ്ണ് പഠിച്ചിറങ്ങി കഴിഞ്ഞപാട് അതിന് പൈസയും കെട്ടിവെച്ച് എങ്ങാണ്ട് ജോലിക്ക് കയറ്റാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ആ ചെറുക്കൻ. അതിനുള്ള കാശ് വരെ അവൻ ആക്കി വെച്ചായിരുന്നു. സാമ്പത്തികമുള്ള വീട്ടിലെ പയ്യനല്ലേ, മാത്രമല്ല നല്ല ശമ്പളം ഉണ്ടല്ലോ മാസം. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ അവൻ കല്യാണം കഴിഞ്ഞെന്നാ പറഞ്ഞേ. ഒരു ടീച്ചർ തന്നെയാ പോലും കെട്ടിയത്. ഇപ്പൊ എവിടെയാണ്ടൊക്കെ കറങ്ങാനോ ടൂറോ ഒക്കെ പോയതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പിന്നെ കണ്ണം പറയുന്ന കേട്ടു. നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നെന്ന്. ഈ പെങ്കൊച്ചിന്റെ അവസ്ഥ, അയ്യോ, അവന്റെ കൂടെ അങ്ങനെ ജീവിക്കണ്ട പെങ്കൊച്ച. ഞാൻ എപ്പോഴും ആ ചെറുക്കന് വേണ്ടി പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ അതിന് നല്ലതേ വരുത്താവുള്ളെന്ന്. എന്റെ മകൻ ചെയ്ത പോകൃത്തരത്തിന് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഇറക്കി വിടണമെങ്കിൽ ആ ചെറുക്കൻ ആ പെണ്ണിനെ എവിടെയും കൂടെ കളയും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറക്കി വിടാത്തത്. യോഗമില്ല ആ പെങ്കൊച്ചിന്. ചിലർക്ക് എന്തെങ്കിലും കിട്ടിയാലും അത് അനുഭവിക്കാനുള്ള യോഗം ഇല്ലെന്ന് കേട്ടിട്ടില്ലേ? ഒരു യോഗം ഇല്ലാത്ത പെങ്കൊച്ച. അത്രയും പറഞ്ഞാ മതി. ഞാനും കൂടെ കൈവിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താവും? അതിന്റെ തലയിൽ അങ്ങനെയായിരിക്കും വരച്ചേക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, ഓ.